ആ വന്നല്ലോ വനമാല വന്നല്ലോ. വനമാലയാ? അതാരാ? ഞാൻ ഫ്രാൻസിസാടാ. അങ്ങനെയല്ലേ ആ പാട്ട്? ആ നല്ലതാ. ഞാൻ വന്നു എന്ന് പറയുമ്പോ നീ ആ പാട്ട് പാടുന്നത് വളരെ നല്ലതാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വന്നതിന് ഞാൻ ഇവിടെ തല കുത്തിക്കണം? എന്റെ മോനെ, ഇന്നലെ നിന്റെ ഈ രോഷമൊക്കെ എവിടെ പോയിരുന്നു? ഒരു പൂച്ചക്കുട്ടി പോലെ പതുങ്ങിയിരിക്കായിരുന്നല്ല. അത് ഇന്നലെ കളി തോറ്റിരിക്കായിരുന്നില്ലേ? ഓഹോ, അപ്പൊ ഇന്ന് ജയിച്ചാ? തോറ്റിരിക്കുമ്പോ ഞങ്ങൾ വിഷമിച്ചിരിക്കാറുള്ളൂ, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞെല്ലാം മറക്കും. ഓ, എന്നാലേ ഞങ്ങളുടെ കളി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ടില്ല. ആണോ? എന്നിട്ട് തോറ്റാ ഞാൻ ഈ കണ്ണടയും വെച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കോടാ മോനെ. അതില്ല. ആ അപ്പൊ തോറ്റില്ല, ജയിച്ചു. റിയലി? യേശു യെസ് എന്ന്. ഒയ്യോടാ, അപ്പൊ നോർത്ത് ഈസ്റ്റ് ജയിച്ചില്ലേ? അത് ശരി, നോർത്ത് ഈസ്റ്റ് ജയിച്ചാ പിന്നെ ഞങ്ങൾ ജയിക്കോ? ഒരാളെ ജയിക്കുള്ളൂ. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. ഡേ അങ്ങനെ വരാൻ വഴിയുണ്ട്. ഞങ്ങൾ ജയിച്ച് നന്നായി. അത് ഞാൻ പറയാൻ വരായിരുന്നു. ഇന്നലത്തെ കളി ഞങ്ങൾ ജയിച്ചതോടെ ടേബിളിൽ 3-ാം സ്ഥാനത്ത് കിടന്ന മോഹൻ ബഗാൻ ടേബിളിൽ 2-ാം സ്ഥാനത്തെത്തി. 2-ാം സ്ഥാനത്ത് കിടന്ന ഗോവ 3-ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ടേബിളിൽ 2ും 3ും പൊസിഷൻ മോഹൻ ബഗാനും ഗോവയും അടക്കി വാഴുന്നു. 4th ഞങ്ങളാ. എടുത്തിട്ട് പോടാ അവന്റെ ഒരു 4th. ആ അത് പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇന്നലെ 4 ഗോളിനാ ജയിച്ചേ. 4 ഗോളിനോ? ആ അപ്പൊ കളി കണ്ടില്ലേ നീ? ഞാനിങ്ങനെ തൂള കളിയൊന്നും കാണാറില്ല. 4-2 ഞങ്ങൾ ജയിച്ചു. സമ്മതിക്കണം, കീടിലും കളിയായിരുന്നില്ലേ? അതുകൊട്ടെ, ആദ്യം 6 ഗോൾ അടിച്ചേ. ആദ്യം നോർത്ത് ഈസ്റ്റ് അടിച്ചേ 6ാമത്തെ മിനിറ്റില്. അപ്പൊ അവരെ സമ്മതിക്കണം, പക്ഷെ അത് പെനാൽറ്റി ആയിരുന്നു. എന്നിട്ട് നിങ്ങളെപ്പോഴും തിരിച്ചടിച്ച ഫസ്റ്റ് ഹാഫിന്റെ ഇഞ്ചറി ടൈം തരില്ലേ? ആ ഇഞ്ചറി ടൈമിൽ 3 മിനിറ്റ് ഇടവിട്ട് 2 ഗോൾ അടിച്ച്. അപ്പൊ ഫസ്റ്റ് ഹാഫ് പിരിഞ്ഞപ്പോ 2-1 നിങ്ങൾ ലീഡ് ചെയ്യായിരുന്നു അല്ലേ? അതെ, പക്ഷെ സെക്കൻഡ് ഹാഫ് കളി തുടങ്ങി ഒരു 50ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും നോർത്ത് ഈസ്റ്റ് തിരിച്ചടിച്ച് 2-2 സമനിലയായി. പിന്നെ ഞങ്ങളുടെ ബെറ്റർ ഡോസും സമതും 53ാം മിനിറ്റിലും 57ാം മിനിറ്റിലും 4 മിനിറ്റ് ഗ്യാപ്പ് ഇടവിട്ട് 2 ഗോൾ അങ്ങോട്ട് അടിച്ച് 4-2 കിടിലൻ ജയം മോഹൻ ബഗാൻ. 6 ഗോൾ വീണ കളിയേ നല്ല ത്രില്ലിങ് കളിയായിരുന്നുണ്ടാവില്ലേ? എന്റെ പൊന്നളിയെ, ഞങ്ങളല്ലേ കളിക്കുന്നേ, അങ്ങനെ ആവാതിരിക്കോ? ശരിയാ. അതൊക്കെ പോട്ടെ, ഇന്ന് ആരുടെ കളിയാ? ഇന്ന് നമ്മുടെ ബംഗളൂരുവിന്റെയും മുംബൈ സിറ്റിയിലെ കളി. തീ പാറേണ്ടതാണ്. ബാസ്റ്റിനെ എന്താടാ, ഇന്നത്തെ കളി നിങ്ങൾ ജയിക്കും. താങ്ക്സ്. നിങ്ങൾ ജയിക്കുന്നു, സന്തോഷം. അളിയ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, എന്താ നിങ്ങൾ ജയിക്കുന്നു? നല്ല കാര്യല്ലേ? ഓഫ്, ഞാൻ മാൻഡ്രൈക്ക് അടപ്പൊട്ട. ഓ അയിന് ഇന്ന് നമ്മൾ തമ്മിലെ കളി ബംഗളൂരു മുംബൈ സിറ്റി. ആ അപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായില്ല. അതെന്താ? നിങ്ങൾ ഞങ്ങൾക്ക് ഒരു എതിരാളിയാണ്. അതെന്താ അളിയാ? ഒരു പുച്ഛുണ്ടാകും സ്വാഭാവികമായിട്ടും. അതെ, 15 തവണ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴേ 7 തവണ ജയിച്ചത് ഞങ്ങളാ, 7 തവണ നിങ്ങളും ജയിച്ചു. ഒരു കളി സമനിലയും. അപ്പൊ നമ്മൾ തുല്യരാ. എന്റെ പൊന്നളിയാ ഗബ്രു, അതിലൊന്നൊരു കാര്യമില്ല. കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് കാണിച്ചു തരാം. നീ ചെവിയിൽ നുള്ളിക്കോ. ഓക്കെ, ഒരു സെക്കൻഡേ. ആ നുള്ളി. ഇനി എന്താ? ഡാഡേ ഉസ്തല്ലേ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഒന്ന് പോയടാ, ഞങ്ങക്ക് പറഞ്ഞല്ല, ചെയ്താ ശീലം. ഞങ്ങളും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചതാ. ഇന്ന് നിങ്ങളുടെ കോട്ടയിൽ വന്ന് ഞങ്ങൾ തോറ്റില്ലെങ്കിൽ എന്നതേ നീ ഇങ്ങനെ വിളിച്ചോ? ഓ കൊള്ളാം, എത്ര മനോഹരമായി. നടക്കാത്ത സ്വപ്നം, നടക്കാത്ത കാര്യങ്ങൾ നടത്തി കാണിച്ച ഈ ബംഗളൂരു FC ശീലം. എന്റെ പൊന്നളിയാ, കാണിച്ചു തന്നിട്ട് നീ ഡയലോഗ് അടിക്കും. ആ കാണാം. ഓക്കെ കാണാം.